നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജനപ്രിയ സന്ദേശം അയക്കൽ ആപ്ലിക്കേഷനായ വാട്സ്ആപ്പ് ആഗോളതലത്തിൽ പണിമുടക്കി. ബുധനാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് ലോകമെമ്പാടുമുള്ള നിരവധി ഉപയോക്താക്കളുടെ വാട്സ്ആപ്പ് സെർവറിൽ തകരാർ നേരിട്ടത്. പല ഉപയോക്താക്കൾക്കും വാട്സ്ആപ്പിൽ സന്ദേശം അയക്കാൻ സാധിക്കുന്നില്ല. ആപ്പിലോ വാട്സ്ആപ്പ് വെബിലോ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഉപയോക്താക്കൾക്ക് നിലവിൽ സേവനം ലഭ്യമല്ല എന്ന സന്ദേശമാണ് ലഭിച്ചത്. വെബ് തകരാറുകൾ ട്രാക്ക് ചെയ്യുന്ന ജനപ്രിയ വെബ്സൈറ്റായ ഡൗൺഡിക്റ്റർ വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഉപയോക്താക്കളുടെ എണ്ണത്തിൽ വർധനവ് കാണിച്ചു. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് ലോകമെമ്പാടും വലിയൊരു തകരാർ നേരിടുന്നതായാണ് ഡൗൺഡിക്റ്റർ പറയുന്നത്. സെർവറുകളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ എത്ര സമയമെടുക്കുമെന്ന് വ്യക്തമല്ല. അതേസമയം മെറ്റയുടെ മറ്റ് സേവനങ്ങളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ് എന്നിവയ്ക്കൊന്നും പ്രശ്നങ്ങളില്ല. ഈ വർഷം മാർച്ച് 5-ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ, ത്രെഡുകൾ എന്നിവയും പണിമുടക്കിയിരുന്നു. ലോകമെമ്പാടുമുള്ള 1000 കണക്കിന് ഉപയോക്താക്കളാണ് അന്ന് പ്രശ്നം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നത്. അന്ന് വാട്സ്ആപ്പ് പ്രവർത്തിച്ചിരുന്നു. 2 മണിക്കൂറോളം തകരാർ നീണ്ടുനിന്നെങ്കിലും അന്നത് വാട്സ്ആപ്പിനെ ബാധിച്ചിരുന്നില്ല. എന്നാൽ റിപ്പോർട്ട് ചെയ്ത് തകരാർ സംഭവിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാം, ത്രെഡ്, മെസ്സഞ്ചർ എന്നിവയ്ക്കായിരുന്നു തിരിച്ചുവരാൻ 2 മണിക്കൂർ സമയമെടുക്കേണ്ടി വന്നത്. 2022-ൽ 2 മണിക്കൂർ സേവനം ഓഫ്ലൈൻ ആക്കിയതായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും ദീർഘമായ വാട്സ്ആപ്പ് സെർവർ പ്രശ്നം നേരിട്ടത്.